ഹലോ, നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കൊത്തു പൊറോട്ട അല്ലേ. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ്, പക്ഷേ ഇനി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കൂ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് തക്കാളി, കറിവേപ്പില, ക്യാപ്സിക്കം ഇത്രയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറി വെച്ചതോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ബാലൻസ് വന്നതോ ആയിട്ടുള്ള ചിക്കനോ ബീഫോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇവയെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചതച്ച മുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതെല്ലാം സൈഡിലേക്കൊന്ന് നീക്കിയിട്ട് നമുക്ക് നടുവിലായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓൾറെഡി നുറുക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയോ ചപ്പാത്തിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ 1 തവി ചിക്കൻ്റെയോ ബീഫിൻ്റെയോ കറിയുടെ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അതായത് ഈ മസാലകളെല്ലാം തന്നെ ആ പൊറോട്ടയിൽ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ചേർക്കരുത്. കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു പോകും. ഇത് വിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഞാനിതിലേക്ക് 1 പാക്കറ്റ് മാഗിയുടെ വെജിറ്റബിൾ മസാല ചേർക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ദെൻ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.